അവസാന നിമിഷം സിറ്റിംഗ് എംഎൽഎമാരുടെ പേരുകൾ വെട്ടി സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പുതിയ നിർദ്ദേശങ്ങൾ. കൊടുങ്ങല്ലൂർ, കയ്പമംഗലം മണ്ഡലങ്ങളിലേക്ക് 3 അംഗ പേരുകൾ സംസ്ഥാന സമിതിയിലേക്ക് നിർദ്ദേശിച്ചു. കള്ളിഷാപ്പ് തൊഴിലാളിയെ ജോലിസ്ഥലത്ത് കയറി ക്രൂരമായി മർദ്ദിച്ചതിൽ പ്രതിഷേധം. ചാലക്കുടിയിൽ സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ മുത്തപ്പൻ ഗ്രൂപ്പിന്റെ കള്ള് ഗോഡൌണിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. അതിരപ്പിള്ളിയിൽ മഞ്ഞക്കൊമ്പൻ എന്ന കാട്ടാന റോഡിലിറങ്ങി സഞ്ചാരികളുടെ കാർ തടഞ്ഞു. സഞ്ചാരികൾ വാഹനം പിന്നോട്ടെടുത്ത് മാറിയതിനാൽ അപകടം ഒഴിവായി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. അവസാന നിമിഷം സിറ്റിംഗ് എംഎൽഎമാരുടെ പേരുകൾ വെട്ടി സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പുതിയ നിർദ്ദേശങ്ങൾ. കൊടുങ്ങല്ലൂർ, കയ്പമംഗലം മണ്ഡലങ്ങളിൽ നിലവിലെ എംഎൽഎമാർ മത്സരിക്കണോ എന്നത് സംസ്ഥാന സമിതി തീരുമാനിക്കട്ടെ എന്നതാണ് ജില്ലാ തലത്തിൽ ഉയർന്ന തീരുമാനം. കൊടുങ്ങല്ലൂർ, കയ്പമംഗലം മണ്ഡലങ്ങളിലേക്ക് 3 അംഗ പേരുകൾ സംസ്ഥാന സമിതിയിലേക്ക് നിർദ്ദേശിച്ചിട്ടുമുണ്ട്. കയ്പമംഗലം, കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലങ്ങളിൽ നിലവിലുള്ള എംഎൽഎമാരുടെ പേരുകൾ ഒഴിവാക്കി LDFിലെ CPI സ്ഥാനാർത്ഥി പട്ടിക. 2 തവണ തുടർച്ചയായി വിജയിച്ചവരുടെ പേര് പറയേണ്ടതില്ലെന്ന ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണിത്. വെള്ളിയാഴ്ച വൈകിട്ട് ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന 2 മണ്ഡലം കമ്മിറ്റി യോഗങ്ങളിലുമാണ് തീരുമാനം. കയ്പമംഗലത്ത് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച LDFിലെ ET ടൈസന്റെയും കൊടുങ്ങല്ലൂരിൽ VR സുനിൽകുമാറിന്റെയും പേരുകളാണ് ഒഴിവാക്കിയത്. ഇവർ വീണ്ടും മത്സരിക്കണോ എന്നത് ഇനി സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് തീരുമാനിക്കുക. കയ്പമംഗലത്ത് ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, മുൻ ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ്, ഷീല വിജയകുമാർ, KS ജയ എന്നിവരുടെ പേരുകൾ അടങ്ങുന്ന പട്ടികയാണ് ജില്ലാ കമ്മിറ്റിക്ക് നൽകിയിട്ടുള്ളത്. ഇതിൽ നിന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്ത് 1-2 പേരുകളാക്കി ചുരുക്കി സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറും. കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയും 3 അംഗ പട്ടികയാണ് നൽകിയത്. ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദന്റെ പേര് ഇവിടെയും പരിഗണനയിൽ ഉണ്ട്. സംസ്ഥാന കൗൺസിൽ അംഗവും അഖിലേന്ത്യാ കിസാൻ സഭാ സെക്രട്ടറിയുമായ KV വസന്തകുമാർ, മുൻ നഗരസഭാ ചെയർമാനും ജില്ലാ നിർവാഹക സമിതി അംഗവുമായ CC വിപിൻ ചന്ദ്രൻ എന്നിവരാണ് മറ്റു 2 പേർ. എന്തായാലും തീരുമാനം ഉടൻ സംസ്ഥാന സമിതി കൈക്കൊള്ളും. മീഡിയ ടൈം, മാള. കള്ളിഷാപ്പ് തൊഴിലാളിയെ ജോലിസ്ഥലത്ത് കയറി ക്രൂരമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് ചാലക്കുടിയിൽ സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ കള്ള് ഗോഡൌണിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മുത്തപ്പൻ ഗ്രൂപ്പിന്റെ കീഴിലുള്ള ഗുണ്ടായിസം അവസാനിപ്പിക്കണമെന്നും തൊഴിലാളികൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് സംയുക്ത തൊഴിലാളി യൂണിയന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം ഷാപ്പ് തൊഴിലാളിയായ അജിത്തിനെ മുത്തപ്പൻ കമ്പനിയുടെ മാനേജർ മർദ്ദിച്ചിരുന്നു. അക്രമം നടത്തിയ പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും അക്രമക്കാരിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്നും തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെട്ടു. പ്രതിഷേധ മാർച്ചിൽ 100 കണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. തൊഴിലാളികൾക്കെതിരെയുള്ള ഇത്തരം അതിക്രമങ്ങൾ വച്ചുപൊറുപ്പിക്കില്ലെന്നും ശക്തമായ നടപടി ഉണ്ടാകുന്നതുവരെ സമരം തുടരുമെന്നും യൂണിയൻ നേതാക്കൾ അറിയിച്ചു. വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് സംയുക്ത തൊഴിലാളി യൂണിയന്റെ തീരുമാനം. മീഡിയ ടൈം, ചാലക്കുടി. അതിരപ്പിള്ളിയിൽ മഞ്ഞക്കൊമ്പൻ എന്ന കാട്ടാന റോഡിലിറങ്ങി സഞ്ചാരികളുടെ കാർ തടഞ്ഞു. സഞ്ചാരികൾ വാഹനം പിന്നോട്ടെടുത്ത് മാറിയതിനാൽ അപകടം ഒഴിവായി. വെറ്റിലപ്പാറ എണ്ണപ്പനത്തോട്ടത്തിലാണ് മഞ്ഞക്കൊമ്പൻ തമ്പടിക്കുന്നത്. വാഹനങ്ങൾ തടഞ്ഞിടുന്നതാണ് മഞ്ഞക്കൊമ്പന്റെ വിനോദം. മലക്കപ്പാറ റോഡിൽ പുളിയിലപ്പാറയ്ക്കും വാച്ചുമരത്തിനുമിടയിലുള്ള ചൂഴിമേടിൽ വെള്ളിയാഴ്ച വൈകിട്ട് 4:30ഓടെയാണ് മഞ്ഞക്കൊമ്പൻ സഞ്ചാരികളുടെ കാർ തടഞ്ഞത്. ആനയെ കണ്ട് ഭയന്ന യാത്രക്കാർ വാഹനം പെട്ടെന്ന് പിന്നോട്ടെടുത്തതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. ആന ഇപ്പോൾ മദപ്പാടിലാണെന്നും അതുകൊണ്ട് തന്നെ സ്വഭാവത്തിൽ വൻ മാറ്റമുണ്ടാകുമെന്നും വനംവകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. സാധാരണയായി മദപ്പാട് സമയത്ത് വാഴച്ചാൽ, ആനക്കയം ഭാഗങ്ങളിലാണ് ഈ കൊമ്പനെ കാണാറുള്ളത്. വെറുമൊരു കാട്ടാനയല്ല മഞ്ഞക്കൊമ്പൻ. വർഷങ്ങൾക്ക് മുൻപ് വാച്ചുമരം ഉന്നതിയിലെ ഊരുമൂപ്പന്റെ ഭാര്യയെയും അതിരപ്പിള്ളി കണ്ണംകുഴി ഭാഗത്ത് ഒരു കുട്ടിയെയും കൊലപ്പെടുത്തിയത് ഇതേ കൊമ്പനായിരുന്നു. അന്നും മദപ്പാട് കാലത്തായിരുന്നു ഈ ആക്രമണങ്ങൾ നടന്നത്. റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ തടഞ്ഞു നിർത്തുന്നത് മഞ്ഞക്കൊമ്പന്റെ പതിവ് വിനോദമാണ്. മദപ്പാട് കഴിഞ്ഞാൽ വെറ്റിലപ്പാറ എണ്ണപ്പനത്തോട്ടത്തിലേക്കാണ് ഈ കൊമ്പൻ മടങ്ങാറുള്ളത്.
വാഴച്ചാൽ മുതൽ മലക്കപ്പാറ വരെയുള്ള വനപാതയിലൂടെ രാത്രികാല യാത്ര നടത്തുന്നവരും വിനോദസഞ്ചാരികളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് വനംവകുപ്പ് അറിയിച്ചു. ആനയെ കണ്ടാൽ ഹോണടിക്കാനോ പ്രകോപിപ്പിക്കാനോ പാടില്ല. മതപ്പാടിലുള്ള ആനയായതിനാൽ പ്രവചനാതീതമായ നീക്കങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. മാളയിൽ ലോഡുമായി പോവുകയായിരുന്ന വാഹനത്തിൽ നിന്നും പൈപ്പുകൾ റോഡിലേക്ക് വീണ് അപകടം. മാള സർക്കാർ ആശുപത്രിക്ക് സമീപം ഇന്ന് രാവിലെയാണ് സംഭവം. ഇത്തരത്തിൽ വാഹനം അപകടത്തിൽപ്പെടുന്നത് മാളയിൽ നിത്യ സംഭവമായിരിക്കുകയാണ്. വടമ പട്ടാളപ്പടിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും ലോഡുമായി പോയിരുന്ന വാഹനത്തിൽ നിന്നും പൈപ്പുകൾ വാഹനത്തിന്റെ മുന്നിലൂടെ റോഡിലേക്ക് വീഴുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വാഹനത്തിന്റെ മുൻഭാഗത്തെ ഗ്ലാസുകൾ പൊട്ടിയിട്ടുണ്ട്. പ്രദേശത്ത് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ഇത്തരത്തിൽ വാഹനം അപകടത്തിൽപ്പെടുന്നത് മാളയിൽ നിത്യസംഭവമായിരിക്കുകയാണ്. യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കാതെ അശ്രദ്ധമായി ലോഡ് വാഹനത്തിൽ കൊണ്ടുപോകുന്നതാണ് അപകടത്തിന് കാരണമെന്നാണ് ആക്ഷേപം. പലതവണ ഇത്തരത്തിൽ മാളയിലും പരിസരങ്ങളിലുമായി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആർക്കും അപകടം പറ്റാതിരിക്കുന്നത്. മീഡിയ ടൈം, മാള. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. പൊയ്യ ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം ഒപ്പം എന്ന പേരിൽ സംഘടിപ്പിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇന്ന് എല്ലാവരും നല്ല സുന്ദരന്മാരും സുന്ദരികളൊക്കെ ആയിട്ട് യൂണിഫോം കിട്ടാനോ നടക്കുന്നത്. എല്ലാ പിള്ളേർക്കും എൻ്റെ പിള്ളേരെന്ന് പറഞ്ഞാൽ ആശംസ അറിയിക്കുകയാണ്. നിങ്ങൾ നല്ല മിടുക്കന്മാരെ നല്ല നല്ല പരിപാടികളൊക്കെ അവതരിപ്പിച്ച് ഞാൻ ഒരു പ്രാവശ്യം മാങ്ങര പോയായിരുന്നു. അത് ഇവരുണ്ടോന്ന് എനിക്കറിയില്ല. ഉണ്ടായിരുന്നോ? നമ്മളപ്പോൾ ഒരുമിച്ചാണ് കലോത്സവത്തിൽ പെയിന്റിങ് അതുപോലെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഹാപ്പി ആയിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. നമ്മുടെ ഒപ്പം തന്നെ ഇവർ ചേർത്ത് പിടിക്കുക. അതോടൊപ്പം തന്നെ ഇവർ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ രക്ഷിതാക്കള്, ടീച്ചേഴ്സ് എല്ലാവർക്കും അതിന് ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. അതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി. പൊയ്യ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി സജീവ് അധ്യക്ഷത വഹിച്ചു. രമേശ് കരിന്തലക്കൂട്ട മുഖ്യ അതിഥിയായിരുന്നു. മാള ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങൾ, പൊയ്യ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. അബൂബക്കർ സിദ്ദിഖ് ജുമാ മസ്ജിദ് വടമ മഹൽ നിവാസികൾ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. പള്ളിയങ്കണത്തിൽ നടത്തിയ ഇഫ്താർ വിരുന്നിൽ മത, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കൾ പങ്കെടുത്തു. മാള ഫൊറോന ദേവാലയ വികാരി ഫാദർ ജോജി പോൾ പാലമറ്റം, മാള മൊയ്തീൻ ജുമാ മസ്ജിദ് പ്രസിഡന്റ് എ അഷറഫ്, വടമ മഹൽ ഇമാം ഷഫീഖ് മുസ്ബാഹി, വടമ മഹൽ പ്രസിഡന്റ് ഷമീർ മണ്ണാംതറ, വാർഡ് മെമ്പർമാരായ സുഗിൽ, ശോഭന ഗോകുൽനാഥ്, ഡോക്ടർ പ്രകാശ് നാരായണ മേനോൻ, മഹൽ സെക്രട്ടറി ഉമ്മർ കൂട്ടമുഖത്ത്, ട്രഷറർ ഷിഹാബ് നാലകത്ത്, കോർഡിനേറ്റർമാരായ സംജാദ് മണ്ണാംതറ, ഗഫൂർ മഞ്ഞന എന്നിവരും പങ്കെടുത്തു. അന്നമനട സർക്കാർ സ്കൂളിൽ വാർഷികാഘോഷങ്ങളോടൊപ്പം ക്രിയേറ്റീവ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. വി ആർ സുനിൽകുമാർ MLA ക്രിയേറ്റീവ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് ഫെസ്റ്റിലെ ഉൽപ്പന്നങ്ങളുടെ ആദ്യ വിൽപ്പന നിർവഹിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PD ജോസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബൽക്കി സലാം, HM സൈന PB, പഞ്ചായത്ത് പ്രതിനിധികൾ, PTA ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷിന്റെ നേതൃത്വത്തിൽ UDF നേതാക്കൾ മാളയിൽ ഏകദിന ഉപവാസ സമരം നടത്തുമെന്ന് നേതാക്കൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വരുന്ന 9-ാം തീയതി തിങ്കളാഴ്ച രാവിലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ OJ ജനീഷിന്റെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം നടത്തുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇവിടെ UDF ഗവൺമെൻറ് കാലത്ത് ആരംഭിച്ച നിരവധി പദ്ധതികൾ നിന്നു പോവുകയോ പകുതി വഴിയിൽ നിർത്തിപ്പോവുകയോ ചെയ്യുന്ന ദുരവസ്ഥ വരുത്തിയതിന് ഉത്തരവാദിയായ ഈ കേരളത്തിലെ LDF ഗവൺമെൻറ്റിനെതിരെയും അതുപോലെ 10 വർഷം ഈ നിയോജക മണ്ഡലത്തെ പ്രതികരിച്ച ശ്രീമാൻ VS ശിവകുമാർ, VS സുനിൽകുമാറിൻ്റെ PR സുനിൽകുമാറിൻ്റെ
നിലപാടുകൾക്കെതിരെയും അദ്ദേഹത്തിൻ്റെ ഓഫീസിന് മുമ്പിലാണ് ഈ ഉപവാസ സമരം നടത്തുന്നത്. മാർച്ച് 9 തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ VR സുനിൽകുമാർ MLAയുടെ ഓഫീസിന് മുന്നിലാണ് ഉപവാസ സമരം നടത്തുന്നത്. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ ആവശ്യങ്ങൾ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഏകദിന ഉപവാസ സമരം AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം നിർവഹിക്കും. വൈകിട്ട് KPCC സെക്രട്ടറി TU രാധാകൃഷ്ണൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സോയ് കോലംചേരി, ആൻസിൻ പ്ലാക്കൽ, ഡേവിസ് പാറേക്കാട്ട്, NS വിജയൻ, ഹക്കീം ഇക്ബാൽ, ഔസേപ്പച്ചൻ ജോസ്, ജിയോ ജോർജ് എന്നിവർ സംസാരിച്ചു. മാള കുഴിക്കാട്ടുശ്ശേരി മരിയ തെരേസ നഴ്സിംഗ് കോളേജിൽ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി വിദ്യാർത്ഥികളുടെ 33ാമത് ബാച്ചിന്റെ ലാംപ് ലൈറ്റനിംഗ് സെറിമണി നടന്നു. ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഹോസ്പിറ്റലിൻ്റെ അടുത്ത് നിന്ന് അവിടെ അതിനോട് ചേർന്ന് അവിടെ നിൽക്കുന്ന അതിൻ്റെ അർത്ഥം നിങ്ങളിനി നല്ല ശുശ്രൂഷ ചെയ്ത് മികവുള്ള നേഴ്സുമാരായിട്ട് ശോഭിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അതിനുള്ള ഔദ്യോഗിക പരിശീലനം ഇന്നു മുതൽ ആരംഭിക്കുക. എത്രയും കാലം നിങ്ങൾ മാസങ്ങളായിട്ട് ഇതിൻ്റെ ഉള്ള പ്രിപ്പറേഷൻസൊക്കെ നടത്തുകയായിരുന്നു. ഇപ്പോൾ ഇന്നു മുതൽ ഒഫീഷ്യലായിട്ട് നിങ്ങൾ നേഴ്സിംഗ് പ്രൊഫഷനുള്ള പഠനം ആരംഭിക്കുക. നമുക്ക് ഇവർക്ക് നല്ലൊരു കയ്യടി കൊടുത്ത് ഇവരെ അഭിനന്ദിക്കാം. നല്ല ഉഷാറായിട്ട് കയ്യടിച്ചു. ഈ 20 പേർക്കും കൃത്യമായിട്ടുള്ള അഭിനന്ദനങ്ങൾ നേരുകയാണ്. കുഴിക്കാട്ടുശ്ശേരി മറിയൻ ത്രേസ്യ ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള സ്കൂൾ ഓഫ് നഴ്സിംഗ് ആണ്. സിസ്റ്റർ തെരേസ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഫാദർ ഡേവിസ് അമ്പൂക്കൻ സമ്മാനദാനം നിർവഹിച്ചു. സിസ്റ്റർ ഡെയ്സി, സിസ്റ്റർ ആൻ ബാസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. ജനക്ഷേമത്തിനും സുസ്ഥിര വികസനത്തിനും ഊന്നൽ നൽകി പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് അവതരണം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാജുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്ധ്യ സുനിൽ ബജറ്റ് അവതരിപ്പിച്ചു. 57,74,388 രൂപ വരവും 56,92,55,720 രൂപ ചെലവും 81,58,668 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. യോഗത്തിൽ സെക്രട്ടറി KB മുഹമ്മദ് റഫീഖ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ, പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതി, ജെൻഡർ റിസോഴ്സ് സെന്റർ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് മെഗാ രക്തദാന ക്യാമ്പും കേശദാന ക്യാമ്പും സംഘടിപ്പിച്ചു. ഒരു വർഷത്തിനുള്ളിൽ 1000 വനിതകൾ രക്തവും കേശവും ദാനം ചെയ്യുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PI സജിത നിർവഹിച്ചു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് എന്നിവർ പങ്കെടുത്തു. പുരോഗമന കലാസാഹിത്യ സംഘം കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ റാലിയും പ്രതിഷേധ സദസ്സും നടത്തി. UK സുരേഷ് ഒമാർ ഉദ്ഘാടനം ചെയ്തു. സുധീഷ് അമ്മവീട് അധ്യക്ഷത വഹിച്ചു. ഇക്ബാൽ മതിലകം, MS മോഹൻദാസ്, AK മൊയ്തീൻ, ഉണ്ണി പിക്കാസോ, T സജീവൻ എന്നിവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂരിലെ മുസരീസ് വിസിറ്റേഴ്സ് അറൈവൽ സെന്റർ പരിസരത്ത് നടപ്പാക്കുന്ന മുസരീസ് ഒയാസിസ് പാർക്ക് പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഓൺലൈൻ മുഖേന നിർവഹിച്ചു. ചടങ്ങിന് MLA VR സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കേരള ടൂറിസം വകുപ്പിന്റെയും മുസരീസ് ഹെറിറ്റേജ് പ്രൊജക്ടിന്റെയും സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ കൊടുങ്ങല്ലൂരിൽ കുടുംബങ്ങൾക്കും സന്ദർശകർക്കും ഒരുപോലെ വിനോദവും വിശ്രമവും നൽകുന്ന ഒരു കുടുംബ വിനോദ കേന്ദ്രം രൂപപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചു. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ, മുസരീസ് ഹെറിറ്റേജ് പ്രൊജക്ട് മാനേജിംഗ് ഡയറക്ടർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അവസാന നിമിഷം സിറ്റിംഗ് MLAമാരുടെ പേരുകൾ വെട്ടി CPI ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പുതിയ നിർദ്ദേശങ്ങൾ. കൊടുങ്ങല്ലൂർ, കയ്പമംഗലം മണ്ഡലങ്ങളിലേക്ക് 3 അംഗ പേരുകൾ സംസ്ഥാന സമിതിയിലേക്ക് നിർദ്ദേശിച്ചു. കള്ളുഷാപ്പ് തൊഴിലാളിയെ ജോലി സ്ഥലത്ത് കയറി ക്രൂരമായി മർദ്ദിച്ചതിൽ പ്രതിഷേധം. ചാലക്കുടിയിൽ സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ മുത്തപ്പൻ ഗ്രൂപ്പിന്റെ കള്ള് ഗോഡൌണിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി.
അതിരപ്പിള്ളിയിൽ മഞ്ഞക്കൊമ്പൻ എന്ന കാട്ടാന റോഡിലിറങ്ങി സഞ്ചാരികളുടെ കാർ തടഞ്ഞു. സഞ്ചാരികൾ വാഹനം പിന്നോട്ടെടുത്ത് മാറിയതിനാൽ അപകടം ഒഴിവായി. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.